മൾട്ടിപ്പിൾ പ്രൈസ് ഹാൻഡിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഹോൾസെയിൽ റേറ്റ്, റീറ്റെയിൽ റേറ്റ്, അതുപോലെ സ്പെഷ്യൽ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. മുന്നൊക്കെ എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് എന്താ വെച്ചാൽ അവർ മാനുവലായിട്ട് കൊടുക്കുക ചെയ്യും. ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ആൾക്ക് റേറ്റ് ഇട്ട് കൊടുക്കും, സ്പെഷ്യൽ റേറ്റുകളൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യാം. ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്ത് കേൾക്കുക. അപ്പൊ അവരുടെ പ്രൈസിൽ ഓൾറെഡി സെറ്റഡ് ആണ്. ഇതിൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടുന്നതിനനുസരിച്ച് ചില ആളുകൾ ഒരുപാട് ലാഗ് ചെയ്തിട്ടും പൈസ കിട്ടുക. അപ്പൊ അവർക്ക് പ്രൈസ് ലെവലിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ലെവൽസ് കൊടുക്കാൻ പറ്റും. അതായത് കൃത്യമായിട്ട് പൈസ തരുന്ന ആളുടെ അതേ വിലയ്ക്ക് നമ്മൾ പൈസ ലാഗ് ചെയ്ത ആൾ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന കാര്യം പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രൈസ് ലെവൽ മാനേജ്മെന്റിലൂടെയും കഴിയും. ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ഫ്ലോ വളരെ കൃത്യമാവും. അതുപോലെ തന്നെ ബില്ലിംഗ് വളരെ ഈസി ആവും. നമ്മുടെ ബില്ല് ചെയ്യുന്ന സ്റ്റാഫിനെ എപ്പോഴും നമ്മുടെ മുന്നിൽ ചോദിക്കേണ്ട ഈ കസ്റ്റമർ എത്ര ബില്ല് അടിക്കണം, എത്രയാണ് റേറ്റിംഗ് ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ലെവൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രൈസ് ലെവൽ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ബില്ല് ചെയ്യുമ്പോൾ ആ പ്രൈസ് ഓട്ടോമാറ്റിക് വന്നോളും. അങ്ങനെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു വലിയ ഒരു സൊല്യൂഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. അത് ഉപയോഗിക്കുന്നുണ്ടോ അറിയില്ല ആര് കസ്റ്റമേഴ്സ്. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് അവരുടെ വലിയൊരു ചെലവേനയാണ് കുറഞ്ഞിട്ടുണ്ട്.